നമസ്കാരം, ഐശ്വര്യ വൈദ്യശാല. ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകളില് സ്ഥിരമായി കാണുന്ന ഒരു രോഗമാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഉൽപാദനം കുറഞ്ഞ് 8ാം മാസത്തില് അല്ലെങ്കിൽ 7ാം മാസത്തില് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ഒരു ഫിനോമിന ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. ഒരിക്കലും 8ാം മാസത്തില് കുട്ടീനെ പുറത്തെടുക്കാൻ പാടില്ല എന്ന് ആയുർവേദം പഠിച്ചവർക്ക് നന്നായി അറിയുന്ന ഒരു കാര്യമാണ്. കാരണം 8ാം മാസത്തിലാണ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്കും ഓജസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയ നടക്കുന്നത് 8ാം മാസത്തിലാണ്. അതുകൊണ്ട് വളരെ ഡേഞ്ചറസ് ആണ് ആ സിറ്റുവേഷൻ. അതായത് ഒന്നില്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ് എന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് 8ാം മാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് സിമ്പിൾ ആയിട്ട് സിസേറിയൻ കൂടാണ്ട് ചെയ്യാണ്ട് നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആയുർവേദത്തിലൂടെ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ചില ടിപ്സ് ആണ് ഇന്ന് പറയുന്നത്. 1, ക്ഷീരബലം 101 ആവർത്തിച്ചത്. 2, ധന്വന്തരം 101 ആവർത്തിച്ചത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 30 തുള്ളി വീതം 2 നേരം നാക്കിനിൽ ഇറ്റിക്കുക. അങ്ങനെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാം. പിന്നുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധന്വന്തര കുഴമ്പ് ഒരു ശീല തോർത്തില് നല്ലപോലെ തൂർത്ത് ആ ധന്വന്തരം കുഴമ്പില് മുക്കിയിട്ട് വയറിന്റെ മേല് ഇട്ടുകൊടുക്കാം. അങ്ങനെ ഒരു അരമണിക്കൂർ ചെയ്യാം. ധന്വന്തര കുഴമ്പ് എങ്ങനത്തെ ആയിരിക്കണം എന്ന് വെച്ചാൽ പുതിയ ഉണ്ടാക്കിയ ധന്വന്തര കുഴമ്പ് ആയിരിക്കണം. 3ാമത്തെ കാര്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞില്ലെങ്കിൽ വേങ്ങാക്കാതലും ഏകനായകം, വേങ്ങാക്കാതിൽ ഒരു 100 ഗ്രാം, ഏകനായകം ഒരു 100 ഗ്രാം വീതം 3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം മാത്രം ഗർഭിണിയായ സ്ത്രീക്ക് കുടിക്കാൻ കൊടുക്കുക. ഇങ്ങനെ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അമ്നിയോട്ടിക് ഫ്ലൂയിഡ് റീജനറേറ്റ് ചെയ്യും. നിങ്ങൾക്ക് സിസേറിയൻ എന്ന് പറയുന്ന ഒരു സംഭവം പേടിക്കേണ്ട കാര്യമേ ഇല്ല. താങ്ക് യു.